ഹായ്, ഞാൻ സ്റ്റെഫി. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻ്റഗ്രേഷനെ പറ്റിയായിരുന്നു പഠിച്ചല്ലേ. 2 ടൈപ്സ് ഓഫ് ഇൻ്റഗ്രൽസ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും. എന്തായിരുന്നു, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തായിരുന്നു dy by dx, അല്ലെങ്കിൽ f dash of x എന്ന് പറയുന്ന എന്തായിരുന്നു, y എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു അല്ലേ. അപ്പം ഈ ഒരു പ്രോസസ്സിനെ എന്തായിരുന്നു വിളിക്കുന്നത്, ഡിഫറൻസിയേഷൻ അല്ലേ. ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കും ഡിഫറൻസിയേഷൻ. അങ്ങനെയാണെങ്കിൽ dy by dx തരുമ്പോൾ ഈ ഒരു dy by dx അല്ലെങ്കിൽ f dash of x നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഡെറിവേറ്റീവ് എന്നായിരുന്നു വിളിക്കുന്നത് അല്ലേ. അപ്പം dy by dx തന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരെന്താണ്, അതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ. നമുക്ക് ഇന്റഗ്രേഷൻ കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ആന്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്രിമിറ്റീവ്. ഓക്കെ, ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു, ഡെഫിനിറ്റ് ഇന്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും. സോ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിനെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുമായിരുന്നു, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ചേർക്കും, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ആർബിട്രറി ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ സി എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് നോക്കിക്കേ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ്, വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2? എന്താണ്, 3x² ആണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2. 2ന്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ. അപ്പം എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 20യുടെ ഡെറിവേറ്റീവ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് 3x³ എന്ന് പറഞ്ഞാൽ 3x² ആണ്. അറിയാലോ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പം എക്സ് ക്യൂബ് പ്ലസ് 20യുടെ ഡെറിവേറ്റീവ് എന്താണ്, 3x റേസ് ടു 3 മൈനസ് 1, അതായത് 2. കോൺസ്റ്റന്റ് ആയ 20യുടെ ഡെറിവേറ്റീവ് 0. അപ്പം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x². അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ എക്സ് ക്യൂബ് പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് ആണ് 3x². ഇപ്പൊ തിരിച്ചു പറഞ്ഞാൽ എന്താ, 3x²ന്റെ ഇന്റഗ്രൽ ആണ് എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3x²ന്റെ ഇന്റഗ്രൽ ആണ് എക്സ് ക്യൂബ് പ്ലസ് 20. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ എഴുതാമല്ലോ. എക്സ് ക്യൂബ് പ്ലസ് 1000, എക്സ് ക്യൂബ് പ്ലസ് 100, എക്സ് ക്യൂബ് പ്ലസ് 500. ഇതിന്റെ എല്ലാം ഡെറിവേറ്റീവ് എന്ത് തന്നെ, 3x² തന്നെയല്ലേ. കാരണം കോൺസ്റ്റന്റുകളുടെ എല്ലാം ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ക്യൂബിന്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എല്ലാം കിട്ടുന്നത് 3x² തന്നെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇത് നോക്കുമ്പം 3x²ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 2 ആണ്. സെക്കൻഡ് ഞാൻ എഴുതിയേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ 3x²ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പൊ 3x² എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും, നമുക്ക് ഇഷ്ടംപോലെ ആൻസേഴ്സ് വരത്തില്ലേ. ഞാൻ പറഞ്ഞ പോലെ എക്സ് ക്യൂബ് പ്ലസ് 2, എക്സ് ക്യൂബ് പ്ലസ് 3, എക്സ് ക്യൂബ് പ്ലസ് 4, അങ്ങനെ ഇൻഫിനിറ്റ്ലി നമ്പേഴ്സ് ഉണ്ടല്ലേ. കുറെ ആൻസേഴ്സ് വരാൻ സാധ്യതയുണ്ടല്ലോ. ആ ഒരു കോൺസ്റ്റന്റ് നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊരു പരിഹാരമായിട്ടാണ്, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇങ്ങനെ ഇന്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ കൂടെ പ്ലസ് സി ചെയ്യുക. അതുപോലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതേസമയം ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അവസാനം കിട്ടുമ്പോൾ നമുക്കൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്.
അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ സി ആഡ് ചെയ്യത്തില്ല. ഓക്കെ, നമുക്കൊരു നമ്പർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയ സി ആഡ് ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഒരുപാട് കുറച്ച് ബേസിക് റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടിരുന്നു അല്ലേ? ബേസിക് ഇന്റഗ്രൽസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ ഇന്റഗ്രേഷനിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ? ഇവിടെ നോക്കിക്കേ, എന്തായിരുന്നു എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്? എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആയിരുന്നു അല്ലേ? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ. എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ അല്ലേ? കൂടുതലും എക്സ് സ്ക്വയർ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കതിനെ പുറത്തോട്ട് എടുക്കാം. എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ്? എന്താണ്? എന്നിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് വൺ ആണ് അല്ലേ? അതായത് ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ. എന്നിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് വൺ ആണ്. സോ എൻ മൈനസ് വൺ അല്ലേ? അപ്പം എൻ മൈനസ് വൺ. അപ്പൊ ഇവിടെ ഒരു എൻ പ്ലസ് വൺ വരും അല്ലേ? സോ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, ഈ എൻ പ്ലസ് വൺ ക്യാൻസൽ ആയി പോകും. ഈ പ്ലസ് വൺ മൈനസ് വൺ ക്യാൻസൽ ആയി പോകും. ദ ആൻസർ ഈസ് എക്സ് റേസ് ടു എൻ. ഓക്കെ, അതായത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നമുക്ക് ചെയ്തപ്പോൾ എക്സ് റേസ് ടു എൻ കിട്ടി. അതായത് അതിന്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈസ് ഈ ഫംഗ്ഷൻ ആയിരിക്കും എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു ടുവിന്റെ എക്സ് റേസ് ടു ടു എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ബൈ പ്ലസ് സി. സോ ഹിയർ എൻ എന്ന് പറയുന്നത് 2 ആ അല്ലേ? അപ്പം എക്സ് റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1, അതായത് എക്സ് റേസ് ടു 3 ബൈ 3 പ്ലസ് സി. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 3 ഡി എക്സ്, ഇതിന്റെ ഇന്റഗ്രൽ എങ്ങനെ കാണുന്നേ? ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് n എന്ന് പറയുന്നത് അല്ലേ? അതായത് എക്സ് റേസ് ടു n പ്ലസ് 1, അതായത് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1, n പ്ലസ് 1 അല്ലേ? അപ്പൊ 3 പ്ലസ് 1 പ്ലസ് സി. സി എഴുതാൻ വിട്ടുപോകരുതേ. അപ്പം എക്സ് റേസ് ടു 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി. ഇതാണ് ആൻസർ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.